എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കൂലി, ജയിലർ 2. ഇത് രണ്ടും കിട്ടിയില്ല. ഇവിടെ ഒന്നും തന്നില്ല. തരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കായിരുന്നു, തന്നില്ല. എന്തൊരു പറ്റിക്കലേ, എന്തൊരു പറ്റിക്കല. ഇന്ന് തലൈവറുടെ ബർത്ത്ഡേ ആണ്, 75ാമത്തെ പിറന്നാൾ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തലൈവർ. ഇനിയും വാഴുകൈ, തലൈവർ വാഴുകൈ, തലൈവർ നിരന്തരോ. അത് തന്നെയാണ്, തലൈവർ നിരന്തരോ. എന്തായാലും ഇന്നലെ ഒരു റൂമർ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ, അതായത് 12 സെക്കൻഡ് കേട്ടോ, ആ 12 ലാസ്റ്റിലെ 12. ഓക്കെ, ആ സമയത്ത് കൂലി സിനിമയുടെ ഒരു അപ്ഡേറ്റ് കേട്ടക്കല്ലേ. അതിനുശേഷം ജയിലർ 2ൻ്റെ ഒരു അപ്ഡേറ്റ് 12 PM, അതായത് ഉച്ചക്ക്. ഇപ്പം നമ്മൾ കറക്റ്റ് നോക്കിയിരിക്കുകയാണ്. 12 കേടക്കല്ലേ, എവിടെ ഇതൊക്കെ, എവിടെ? ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്, 6 മണിക്ക് കൂലിന്റെ എന്താ അപ്ഡേറ്റ്സ് വരുന്നുണ്ടെന്നോ. പിന്നെ ജയിലറിന്റെ പ്രോമോ എന്തിനാ ഷൂട്ട് ചെയ്ത് വെച്ചത്? ഈ 12 കണ്ടിട്ടായിരിക്കുമല്ലോ, ബർത്ത്ഡേ ആണ് തലവരുടെ, അതിനനുസരിച്ച് ഇടാനുള്ളതാണല്ലോ അത്, അല്ലേ? അതാണ് ഞാൻ അറിയണത്, ഇവരെന്താ ചെയ്യാത്തതെന്ന്. വൈ ബ്രോ മാറ്റി വെച്ചോ? വേറെന്ത് മാറ്റി കിടലായിട്ട് എനിക്കിഷ്ടമായി. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ തരുള്ളൂ, പക്ഷെ അത് കിട്ടില്ലായിരിക്കും. ഓക്കെ, അയ്യോ എൻജോയ് ചെയ്ത് വരുമായിരുന്നു, അതിൻ്റെ അടിയിൽ അത് ഇല്ലാതാക്കി. അതങ്ങനെ ചെയ്യണം, നമ്മൾ കൊടുക്കുകയും ചെയ്യണം, അപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെ അങ്ങ് പിടുത്തം വിട്ടു. കാരണം ക്വാളിറ്റി നമുക്ക് അറിയാലോ, അത്രയും ഭീകര ക്വാളിറ്റിയിലുള്ള സാധനം ചിരിച്ച് നിർത്താൻ പറ്റൂലേ. ഓക്കെ, എന്തായാലും കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസ് അതുപോലെ സൺ പിക്ചേഴ്സ്, ഈ 2 പ്രൊഡക്ഷൻ ടീമും നമുക്ക് തന്നിരിക്കുന്നത് ജസ്റ്റ് മാഷപ്പ് വീഡിയോ. ബർത്ത്ഡേ സ്പെഷ്യൽ 2 വീഡിയോ വന്നിട്ടുണ്ട്. 2 ഒന്നും ചെയ്യുന്നില്ല, കാരണം അത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ 5-6 സോങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൺ പിക്ചേഴ്സ് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ടില്ല, പക്ഷെ എങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് റീഎഡിറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പണിയെടുത്തിട്ട് ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. അത് കിട്ടിയില്ലെങ്കിൽ ഇത് പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നുണ്ട് ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഉണ്ടാവും ഹാപ്പി ബർത്ത്ഡേ തലൈവർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ. അങ്ങനെ എങ്ങാനും സംഭവം ഞാൻ എന്തായിരുന്നു പ്രതീക്ഷിച്ചതെന്ന് അറിയാം. ഞാൻ എപ്പോഴും നമ്മളിപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2 വീഡിയോ എന്തായാലും, അതായത് ഒരു സ്റ്റാറിൻ്റെ, അതും വലിയ സ്റ്റാറിൻ്റെ 2 സിനിമകളുടെ അപ്ഡേറ്റ് എന്തായാലും വീഡിയോ ആയിട്ടുള്ളത് ഒരു ദിവസം വരില്ല. അപ്പോൾ ജയിലറിൻ്റെ പ്രോമോ ആണെങ്കിൽ എന്തായാലും കൂലിയുടെ പോസ്റ്റർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 2 ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കേ, புலிய நேரா பார்க்கணும்னு இல்லை, அது நடமாடுதுன்னு தெரிஞ்சாலே போதும், பயம் தானா வந்து. എന്ത് കണ്ടാലും ഗൂസ്ബം പാട്ടോ, നിഴലിന് പോലും ആണോ. ஒரு கதை இருக்கு. என்னடா என்ன பெரிய ஹீரோவா? கேரக்டர் கிடையாது, ஒன்றும் கிடையாது, போடா. என் மைண்ட்ல எல்லாம் என்ன ஓடுதுன்னா, இதே கோடம்பாக்கம் ரோட்ல காரின் வண்டி எடுத்துக்கிட்டு கால் மேல கால் போட்டு உட்காந்து இதே ஏவிஎம் ஸ்டோர்ல அதே ஃப்ளோர்ல வந்து போகலன்னு சொன்னா நான் ரஜினிகாந்த் இப்போ பாட ஆட்டத்தை ఇప్పుడు చూడు, చూడు മോനെ. அவ்வளவுதான், ரஜினி முடிஞ்சு போச்சு. இது 40 வருஷமா சொல்லிட்டு இருக்கான். நான் யானை இல்லை, குதிரை. சக்கன் எந்திரிச்சேன். இந்திய திரையுலகத்து ஒரே சூப்பர் ஸ்டார் ரஜினி சார். Oh! Hey!
சும்மா ட்ரைலர் தாம்மா பிக்சர் நீ இன்னும் அவர் கண்ண பாரியா ഓക്കെ എനിക്ക് ഭയങ്കര கலர பாரியா ഏട്ടല്ലേ அவர் ஸ்டைலும் பாரியா കബാളിടാ செய்க செய்கதா செய்கதா ഡിസ്കോ ഡിസ്കോ കൂലി എന്തായിരിക്കും പോലെ ലോകേഷിന്റെ കയ്യിലാ കിട്ടുന്നത് രജനികാന്തിനെ അതും ആരൊക്കെയാണ്? നാഗാർജുന, ഓ രജനികാന്ത്, ആമിർ ഖാൻ ആമീർ ഖാൻ. സംഭവം ബഹുലാണ്. മലയാളത്തിൽ നിന്ന് ആരാ ഉള്ളത്? നമ്മുടെ ധനുഷ് നമ്മുടെ സൗബിൻ സൗബി, മോനെ വമ്പൻ ടീം. അതും ലോകേഷ്. അതെ, പിന്നെ ഉപേന്ദ്ര ഉപേന്ദ്രൻ കൂട്ടൂര സാധനമായിരിക്കും അത്. എന്തായാലും ലോകേഷിന്റെ ഒരു കിടിലൻ സാധനം പുറത്തു വരും. രജനികാന്തിന്റെ ഇപ്പോ നെൽസൺ മാരകമായിട്ടാണ് ജയിലറിൽ നമ്മുടെ തലവരെ അവതരിപ്പിച്ചത്. അതിലാ കണ്ടില്ലേ എന്താ സാധനം, ആ ചുരുട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് തട്ടുന്നതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള സാധനമാണത്. എനിക്ക് തോന്നുന്നു ജയിലറിന്റെ സാധനം ആ സോങ് ഉണ്ടല്ലോ, ഹുക്കും അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ തുടങ്ങും കയ്യുമേ കൂടി കാര്യമേ കൂടി ഒരു തരിപ്പ്. അതെ, കാരണം അതൊരു വേറെ ലെവല് സാധനം. അതെ, വെറുതെ ആ സമയത്ത് ആ സോങ് ഇട്ടിട്ട് വെറുതെ നടന്നു വന്നാ മതി, അതാണ് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. എന്തൊരു വൈബാണ് അതിന്. അങ്ങനത്തെ സാധനം ഇതിലുണ്ടാവില്ലേ? ഉറപ്പല്ലേ, തന്നെയല്ലേ ചെയ്യണത്, ഇതാണ് ചെയ്യുന്നത്. ചെറിയ ഗ്ലിംസ് എങ്കിലും. ആകെ കയ്യിൽ നിന്ന് പോയത് വേട്ടയാനാട്ടോ. ഒരു ഓറ ഇല്ല എന്ന് തോന്നിച്ചത് അത് മൊത്തത്തിൽ ആ സ്റ്റാർഡത്തിന്റെ ആ ഒരു പരിപാടി മൊത്തത്തിൽ ആ സോഫയിൽ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ഇത് നമ്മുടെ റാണാ ദഗ്ബതി വരുന്ന സമയത്തെ ഷോൾഡറിലൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയങ്ങളിലൊക്കെ ഭയങ്കര മോശമായിരുന്നു. അത് മേക്കിങ്ങിന്റെ പ്രശ്നം അത് നമുക്ക് കാസ്റ്റിംഗിലും ഭയങ്കര പ്രശ്നം. പല സമയങ്ങൾ ശരിയായിരിക്കും, നായകനെക്കാളും വലിയ വില്ലന്മാരൊക്കെ വരുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മേക്കിങ്ങിന്റെ ടെക്നിക്ക് കൊണ്ട് തന്നെയാണ്. സിമ്പിൾ ആയിട്ട് എടുത്തോണ്ട് പോണത് കാണാം. അതെ, അത് നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും, അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണം. ഇത് അങ്ങനത്തെ ഒരു സാധനം കിട്ടിയില്ല. അതെ, അതാണ് ആ ഒരു ആളുടെ ഒരു, അതായത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ആ വൈബം ഇല്ലാണ്ടാക്കി കളഞ്ഞു മൊത്തം. അതായത് ഉദാഹരണം പറയാം, ആളെക്കാളും വലുപ്പത്തിലും സൈസിലും ഒക്കെ ഉള്ള ആൾക്കാരാണ് ജയിലറിൽ. അതായത് നമ്മുടെ വിനായകന്റെ അടുത്തേക്ക് ഇവർ നടന്നു വരുന്ന ഒരു ഷോട്ടില്ലേ, ആ സ്ലോ മോഷൻ, ആ സമയത്ത് എത്ര പേരുണ്ട് ബാക്കിൽ, പക്ഷേ സ്ക്രീൻ പ്രസൻസും എല്ലാവർക്കാ രജനീകാന്തിനാണ്, തലയുറക്കാണ്. ആ ഒരു സാധനം കിട്ടണം, അത് പോയി. അതാണ് ഡയറക്ടർമാർ മാറുമ്പോൾ വ്യത്യാസം. പക്ഷെ ആ ഒരു വ്യത്യാസം ഇതിൽ തീർന്നു കിട്ടും. ഭീകര സാധനം ലോകേഷാണ് ചെയ്യുന്നത്. ദേവയുടെ അഴിഞ്ഞാട്ടം കാണാം. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു സാധനം ഗ്ലിംസ് വന്നാൽ മതിയായിരുന്നു, അറുമാതിക്കായിരുന്നു. ജയിലർ 2 എവിടെയാന്നുള്ളതാണ്. അതാണെങ്കിൽ ചെയ്തു വെച്ചേക്കുന്ന പ്രമോ. അതെ, എന്തായാലും തീരുമാനിക്കുക അല്ലേ. സാധാരണ ഇങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു അപ്ഡേറ്റ് ഒക്കെ ഇതിന് മുൻപ് തരാറുണ്ട്, ഇന്ന സമയങ്ങളിൽ വരും എന്നുള്ളത്. റൂമേഴ്സ് ഒന്നുകൂടി ശക്തമായിട്ട് പലയിടങ്ങളിലും വരും, അതൊന്നും വന്നിട്ടില്ല, അതൊന്നും ഇതിലില്ല. അതെ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ട്വിറ്ററിൽ വന്നതും ഓരോന്നിലും ഇടുന്ന അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നതും ഇപ്രാവശ്യം ഒന്നും വന്നിട്ടില്ല. ഇനി പ്ലാൻ മാറ്റിയല്ല, പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ടുള്ള വിടാനുള്ള പരിപാടിയാണോന്ന് അറിഞ്ഞുകൂടാ. അജിത്തിന്റെ പരിപാടിയോ? അത് ഞങ്ങൾ പിടിക്കാറില്ല. എന്താണെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പ്രാവശ്യം കൂടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തലൈവർ. യെസ്, ഇതുപോലെ ഭയങ്കര കിഡിലൻ കഥാപാത്രങ്ങളുമായിട്ട് ലോകത്തിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കണം. യെസ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.